ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്, അതിന് എന്താണ് പരിഹാരം എന്നാണ്. ജിഷ്ണു പ്രണോയിയുടെ മരണത്തെ തുടർന്ന് ഇത്രയും കാലം പീഡനം സഹിക്കുകയായിരുന്ന നിരവധി സ്വാശ്രയ കോളേജ് വിദ്യാർത്ഥികളുടെ ഫോൺ കോളുകൾ പീപ്പിൾ ടിവിയിലേക്ക്. എന്താണ് സ്വാശ്രയ കോളേജിലെ യഥാർത്ഥ പ്രശ്നം? ജിഷ്ണു പ്രണോയിക്ക് നീതി കിട്ടുമോ? ഇനി ഒരു സ്വാശ്രയ കോളേജിലും ഇത് ആവർത്തിക്കാതെ ഇരിക്കാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്? അതിന് ആര് മുൻകൈ എടുക്കണം? ഈ വിഷയം ആളിക്കത്തിക്കാനല്ല പീപ്പിൾ ടിവിയുടെ ശ്രമം. എന്നാൽ രാഷ്ട്രീയം പോലും നിഷേധിക്കപ്പെട്ട ഒരു തലമുറയ്ക്ക് അത്താണിയായി പീപ്പിൾ ടിവിയെങ്കിലും സ്വാശ്രയ കോളേജ് വിദ്യാർത്ഥികൾ കാണുമ്പോൾ ജിഷ്ണുവിനെ പോലെ ഒരു ജീവൻ കൂടി പൊലിയാതെ ഇരിക്കാൻ പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സ്വാശ്രയ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജസ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ KG മധു, സേവ് എഡ്യൂക്കേഷൻ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷാജർ ഖാൻ, SFI സംസ്ഥാന സെക്രട്ടറി ശ്രീ വിജിൻ, ഒപ്പം എഞ്ചിനീയറിംഗ് എയ്ഡഡ് കോളേജ് അധ്യാപകൻ കൂടിയായ പ്രൊഫസർ സഞ്ജീവ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ KG മധു, നിങ്ങളുടെ അസോസിയേഷൻ ആണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ പുറത്ത് നിങ്ങളെടുത്തിരിക്കുന്ന നിലപാടുകൾ നിങ്ങൾ ശരിക്ക് വിലയിരുത്തിയിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ചർച്ച ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് വരുന്ന വാർത്ത, നെഹ്റു കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളും PROയും ഒരു അധ്യാപകനും ഈ ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ അസോസിയേഷൻ ഈ പ്രശ്നം ഇതുവരെ വിലയിരുത്തിയിട്ടുണ്ടോ? ആദ്യമായിട്ട് നെഹ്റു കോളേജിൽ നടന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്കുള്ളിൽ കേരളത്തിൽ പത്രവാർത്തകൾ കൂടി അറിഞ്ഞത് 2 വിദ്യാർത്ഥിനികൾ കൂടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അത് കോളേജിനകത്തല്ല, കോളേജിന് പുറത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ആത്മഹത്യാ പ്രവണത പല കാരണങ്ങൾ കൊണ്ടും കൂടി വരുന്നുണ്ടായിരിക്കാം. കാരണം ഇതൊരു വളരെ കോമ്പറ്റേറ്റീവ് വേൾഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണ്. കാരണം കുട്ടികളായാലും മറ്റുള്ള ആൾക്കാരായാലും ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് പുറത്തു കൊണ്ടുവരാൻ ഈ ഒരു സംഭവം ഇപ്പോൾ പ്രേരണയായി നമുക്ക്. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ KG മധു, ഈ ചർച്ചയുടെ സമയം വളരെ ചുരുക്കമായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ക്ലിയറാക്കാൻ വേണ്ടി ഇടപെട്ട് ചോദിക്കുന്നത്. അതല്ലാതെ ഈ വിഷയത്തിൽ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളാണ് നമ്മുടെ ചർച്ചകളിൽ പൊതുവെ കേൾക്കുന്നത്. അങ്ങനെ കാണേണ്ടതില്ല. പക്ഷെ നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് ഓരോന്നും വ്യക്തമായി പോവാം. ഇപ്പം നിങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് പൊതുവേ ഉള്ളൊരു മത്സരത്തിൻ്റെ ഭാഗമായി ഒരു ആത്മഹത്യാ പ്രവണതയുണ്ട്. അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ജിഷ്ണു പ്രണോയിയുടെ ഈ മരണത്തോടുകൂടി എന്നാണോ? അതോ സ്വാശ്രയ കോളേജുകളിലെ നടപടികളിൽ വിദ്യാർത്ഥികൾക്ക് ഒരു സമ്മർദ്ദമുണ്ട്, അതാണ് ജിഷ്ണുവിനെ പോലുള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണോ? ഈ 2 കാര്യങ്ങളുമുണ്ട്. ഒന്ന്, പിന്നെ നമ്മുടെ കുറേ കൂടി സ്ട്രെസ്ഫുൾ ലൈഫാണ്. അതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രവണത കൂടി വരുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ പിന്നെ പ്രശ്നം വന്നപ്പോൾ ഒരുപാട് സ്വാശ്രയ കോളേജുകളിൽ ഉള്ള പല പ്രശ്നങ്ങളും ഇതിനിടയിൽ കൂടെ പൊങ്ങി വരികയുണ്ടായി. ഇതിനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ കോളേജുകൾ, മിക്ക കോളേജുകളും അല്ലെങ്കിൽ ഒരു വലിയ പങ്ക് കോളേജുകൾ പല കാര്യങ്ങളും ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുട്ടികളുടെ ഇടയിലും കോളേജിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പലയിടത്തും വന്നിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട്. അതിന് പിന്നെ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇത് പൊങ്ങി വരുന്നത്. KG മധു, ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കുറെ വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വാശ്രയ കോളേജുകൾ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇതിനെ എതിർക്കുന്നവർ പറയുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള
കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. പല സമിതികളും ഈ കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ചവർ തന്നെ അത് മുന്നോട്ട് വച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് മറ്റ് കലാലയങ്ങളിൽ ഉള്ളതുപോലെയുള്ള സ്വാതന്ത്ര്യമില്ല, അവർക്ക് സംഘടനാ പ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒക്കെ വരുമ്പോൾ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നാണ് നിങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. അത് എൻ്റെ യഥാർത്ഥ പ്രശ്നം മറ്റുള്ള സമിതികളൊക്കെ നേരത്തെ കണ്ടെത്തിയ പ്രശ്നം തന്നെയല്ലേ? നിങ്ങളുടെ കലാലയത്തിനകത്ത് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ട മറ്റു കലാലയങ്ങളിലുള്ള സ്വാതന്ത്ര്യവും നടപടി ക്രമങ്ങളും പാലിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഇല്ല നിയമപരമായി തന്നെ എന്നതല്ലേ പ്രശ്നം? ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഇത് എയ്ഡഡ് കോളേജായാലും ഗവൺമെൻറ് കോളേജായാലും ശാസ്ത്രീയ കോളേജായാലും എല്ലാ കോളേജിലുള്ള പ്രശ്നങ്ങളാണ്. ഇതെല്ലാ കോളേജിലും കൂടിയും കുറഞ്ഞ എല്ലാ കോളേജിലും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശാസ്ത്രീയ കോളേജുകളിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിലൊരു ചെറിയ വിഭാഗത്തിന് പല കോളേജുകളിലും പിന്നെ അവിടുത്തെ രീതികളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലൊക്കെ ആ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് മുകളിലോട്ട് പൊങ്ങി വരുന്നത്. പക്ഷേ ശ്രീ കെ ജി മധു, നമ്മൾ ഈ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇപ്പം നിങ്ങളുടെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? 3 ദിവസത്തിനകം നിങ്ങളുടെ സംഘടന ഒത്തുകൂടി. അതായത് സ്വാശ്രയ കോളേജിന് ഒരു വിഷയം വന്നപ്പോൾ അത് അടിച്ചു തകർക്കുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ സംഘടന പ്രവർത്തിച്ചു. നിങ്ങൾ ഒറ്റക്കെട്ടായി, നിങ്ങൾ യോഗം കൂടി, നിങ്ങൾ ഇന്ന് സമരം പണിമുടക്ക് നടത്തി. നാളെ മുതൽ പണിമുടക്ക് നടത്താൻ വേണ്ടി നിങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ മന്ത്രിയുമായി ആലോചിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സംഘടന ആകാൻ, സംഘടനകളുടെ പ്രവർത്തനം നടത്താൻ. അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ഇത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയുന്ന വിദ്യാർത്ഥികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം ഇല്ല. അത് നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാത്തത്? അല്ല, എല്ലാ കോളേജിലും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന നിരവധി സമിതികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്, എല്ലാ കോളേജിലും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പിന്നെ കുട്ടികൾക്ക് അവരുടെ ഗ്രീവൻസസ് പറയാൻ വേണ്ടിയിട്ടുള്ള നിരവധി വേദികളുണ്ട്. പിന്നെ ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. AICT മുതൽ ഇങ്ങോട്ട് താഴത്തോട്ട് പിന്നെ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ, ഇവിടെ എല്ലാം അതിനുള്ള വേദികളുണ്ട്. അതെല്ലാം മറ്റു കോളേജുകളിലും ഉണ്ട് എന്ന് ശ്രീ കെ ജി മധു തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴും മറ്റു കോളേജുകളിൽ ഈ സംഘടനാ സ്വാതന്ത്ര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നില്ല. അവർക്ക് ഇനി പഠിത്തത്തിൽ അല്പം മോശമായാലും അവർക്ക് മറ്റ് മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് അത് അഭിപ്രായം പറയാനുള്ള വേദികളുണ്ട്. ശ്രീ കെ ജി മധു, അത് നിങ്ങൾ കാണാതെ ഇപ്പോഴും ജനാധിപത്യ വേദികൾ ഉണ്ടല്ലോ മറ്റു കോളേജുകളിൽ നിന്ന് പറയുമ്പോൾ എന്താണ് ഒഴിവാക്കുന്നത്? അല്ല, അങ്ങനെ ഞാൻ ഒന്നും ഒഴിവാക്കല്ല. ഇത് ഈ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്വാശ്രയ കോളേജുകളിലും ഇതിനൊക്കെയുള്ള ഇഷ്ടം പോലെ വേദികളുണ്ട്. അവിടെയൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഇതൊക്കെ ഉള്ളതുണ്ട്. സംഘടനാ സ്വാതന്ത്ര്യമുണ്ടോ? സംഘടനാ സ്വാതന്ത്ര്യം പല കോളേജുകളിലും ഉണ്ടായിരിക്കാം, ചില കോളേജുകളിൽ ഇല്ലായിരിക്കാം. അത് ഓരോ കോളേജിന്റെ ഇതിനനുസരിച്ചിരിക്കും. ഈ സംഘടനകളിൽ പ്രവർത്തിച്ചാൽ തന്നെ അത് അകത്താണെങ്കിലും പുറത്താണെങ്കിലും പ്രശ്നമാണ്, നടപടി എടുക്കുമെന്നാണല്ലോ നമ്മൾ ഇപ്പോൾ നെഹ്റു കോളേജിന്റെ കാര്യത്തിൽ അവരുടെ പ്രോസ്പെക്ടസ് വായിച്ചു മനസ്സിലാക്കിയത്. ശ്രീ മധു, അവരുടെ പ്രോസ്പെക്ടസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിരിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അവർക്ക് സംഘടനകൾ ഇഷ്ടമുള്ളതൊക്കെ ഈ മറ്റ് കോളേജുകൾ ഉള്ളതുപോലെ അവർക്ക് പ്രവർത്തിക്കാം, തെരഞ്ഞെടുപ്പുകൾ നടത്താം, അവരുടെ ആശയവിനിമയങ്ങൾ ആ വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണോ? അതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണോ താങ്കൾ ഈ സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പറയുന്നത്? അതല്ല, അതെല്ലാം ഓരോ കോളേജിന്റെ സ്പെസിഫിക് കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഒരു കോളേജ് തീരുമാനിക്കുന്നത്. ശ്രീ കെ ജി മധു, അതിനല്ലേ നിങ്ങൾ ഈ കാര്യങ്ങൾ വന്നപ്പോൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൂടിയല്ലോ. ഈ സ്വാശ്രയ കോളേജുകളെല്ലാം ഒരു നിയമത്തിന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടതല്ലേ? അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അതാത് കോളേജുകൾ തീരുമാനിക്കുന്ന നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് എങ്ങനെയാണ് നിങ്ങളുടെ സംഘടന പറയുന്നത്? അതല്ല, ഇതിനൊക്കെ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളും മറ്റുള്ള നിയമങ്ങളും എല്ലാം ബാധകമായിട്ടാണ് എല്ലാ കോളേജുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതല്ലാതെ ഒരു കോളേജുകളും അതിന്ന് വിട്ടിട്ടല്ല പ്രവർത്തിക്കുന്നത്. എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ സ്വാശ്രയ കോളേജുകളാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഈ സ്വാശ്രയ കോളേജുകൾ ഓരോന്നും നടത്തുന്നതിന് ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു വ്യവസായ ഗ്രൂപ്പ് അതിൻ്റെ പിന്നിലുണ്ട്. അവർക്ക് ലാഭം കിട്ടാതെ ഇത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനപ്പുറമുള്ള എന്ത് നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് മാറ്റേണ്ടതാണ് എന്നുള്ളതല്ലാതെ മറ്റ് എയ്ഡഡ് കോളേജുകളും സർക്കാർ കോളേജുകളും പ്രവർത്തിക്കുന്ന അതേ നിയമത്തിൻ്റെ കീഴിൽ തന്നെയാണോ, അതോ അതേ പ്രവർത്തനത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണോ നിങ്ങളുടെ കോളേജുകൾ പോകുന്നത്? കേരളത്തിലെ
കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നുകിൽ ഒരു ട്രസ്റ്റിന് കീഴിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കീഴിൽ, അതല്ലെങ്കിൽ ഒരു സെക്ഷൻ 25 കമ്പനി, അതായത് ലാഭവിഹിതം എടുക്കാത്തൊരു കമ്പനി, ഇതിന് കീഴിലാണ് കേരളത്തിലെയും ഇന്ത്യയിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് സ്വാശ്രയ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ താങ്കൾ ഉദ്ദേശിച്ച മാതിരി ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വ്യവസായിയോ ഒന്നും ഒരു സ്ഥാപനം അങ്ങനെ നേരിട്ട് നടത്താൻ പറ്റില്ല. ഇത് ഈ കെ ജി മധു, ഈ തർക്കങ്ങൾ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ സംഘടനയും ഈ കോളേജിന്റെ മാനേജ്മെന്റും പറയുന്നത്? ഇതെങ്ങനെയാണ് നഷ്ടത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും? ഇപ്പോൾ സ്വാശ്രയ മെഡിക്കൽ കോളേജിന്റെ ചർച്ചകൾ നമ്മൾ എല്ലാ വർഷവും കാണുന്നതാണ്. ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഇത് തന്നെയാണല്ലോ. വിദ്യാർത്ഥികൾ അവിടെ തോറ്റ് തുന്നം പാടുമ്പോഴും 10-20% പേർ മാത്രം വിജയിച്ച് മുന്നോട്ട് പോകുമ്പോഴും 80% തോറ്റു പോകുമ്പോഴും അവരുടെ പൈസ വാങ്ങി ഈ കോളേജ് നടത്തുമ്പോഴും നിങ്ങൾ പറയുന്നത് എന്താണ്? ഈ കോളേജ് ഇനി അടച്ചു പൂട്ടാൻ പറ്റില്ല, നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് നിയമങ്ങളിൽ ഇളവുകൾ വരുത്തി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞല്ലേ അന്ന് തുടങ്ങിയ കോളേജുകളിൽ 5-6 എണ്ണം ഒഴികെ ഇപ്പോഴും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്? താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇതിൻ്റെ പേരിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് സ്വാശ്രയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നോ ലോസ് നോ പ്രോഫിറ്റിലാണ് ഈ കോളേജുകൾ പ്രവർത്തിക്കേണ്ടത്. അതല്ലെങ്കിൽ മറ്റുള്ള ഡൊണേഷൻസോ മറ്റുള്ളവ സ്വീകരിച്ചിട്ട് വേണമെച്ചാൽ അതിന് വല്ല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നികത്താൻ പറ്റും. ശരി, അപ്പൊ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ശ്രീ കെ ജി മധു, അതൊരു പൊതു തത്വമാണ്. പൈസ മുടക്കുന്നവർക്ക് നഷ്ടം വന്നുകൊണ്ട് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ കോളേജുകളിൽ പ്രവേശനം നേടുന്നതിന് ആളുകൾ കുറയുന്നു എന്ന് പല സമിതികളും കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് കോളേജുകളിൽ സീറ്റുകൾ വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിത് ലാഭകരമായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒന്നുകിൽ അവിടെ പഠിക്കുന്ന ചുരുക്കം പേരിൽ നിന്ന് കൂടുതൽ ഫീസ് ഈടാക്കണം, അതല്ലെങ്കിൽ മറ്റനേകം പേരിൽ അവരിൽ നിന്ന് ഫൈനുകളിലൂടെ പൈസ ഈടാക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ അധ്യാപകർക്ക് ശമ്പളം കുറച്ചു കൊടുക്കണം. അങ്ങനെ പലതരത്തിൽ ക്വാളിറ്റിയെ ബാധിക്കുന്ന നടപടികൾ സ്വീകരിച്ചല്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതും സത്യമല്ലേ? എൻറോൾമെൻറ്റ് കുറയുമ്പോൾ ഇൻകം കുറയുന്നുള്ളത് ശരിയാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഗവൺമെൻറ്റുകൾ ഓരോ കോളേജുകളിലും മേടിക്കാൻ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഫീസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് NRI സീറ്റിനുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റിനുണ്ട്, മെറിറ്റ് സീറ്റിനുണ്ട്, ഇതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു കോളേജ് പോലും ഇതിൽ നിന്ന് 1 രൂപ പോലും കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുകയില്ല. ശരി, അങ്ങനെ തിരിച്ചു വരാം. ഈ ഘട്ടത്തിനിടയിൽ അങ്ങയോട് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് അന്വേഷിച്ചത്. മറ്റു അതിഥികളിലേക്ക് കൂടെ ഒന്ന് പോകേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അവർ വെറുതെ ചർച്ചയിൽ ഇരിക്കുന്നത് പോലെ ആയിപ്പോവും. എന്തായാലും ശ്രീ കെ ജി മധു, ഈ ഫീസുകളൊക്കെ നിങ്ങൾ കൂടിയുള്ള ചർച്ചകളിലാണ് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് അത് ഗവൺമെൻറ് നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചതാണെന്ന വാദത്തിന് പ്രസക്തിയില്ല. ശ്രീ വിജിൻ, നിങ്ങളുടെ സംഘടനയാണ് കേരളത്തിൽ ഈ സ്വാശ്രയ കോളേജുകൾക്കെതിരായി ശക്തമായ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഒരു സംഘടന. ഈ പറഞ്ഞ കാര്യങ്ങൾ, അസോസിയേഷൻ്റെ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു SFIയുടെ സംസ്ഥാന സെക്രട്ടറി? ഇവിടെ ശ്രീ മധു വളരെ കഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ വളരെ സഹതാപം തോന്നുന്നു. കാരണം കുറ്റക്കാരായ ഈ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കൂടി സംഘടനയാണെങ്കിൽ പോലും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ്. ഇവിടെ അദ്ദേഹം ഇന്നലെ മുതൽ 2 ദിവസമായി കേരളത്തിലെ ചാനൽ ചർച്ചകളിലെല്ലാം മാനേജ്മെൻറ്റ് പ്രതിനിധികൾ വന്ന് നടത്തുന്ന ഒരു ചർച്ചയുണ്ട്. കൃത്യമായി പഠിച്ച് എല്ലാവരും ഒരു കാര്യം പറയുകയാണ്. ഒന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണത എന്നാണ്. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഒരു പുഷ്പം പറിച്ച് ചാടുന്നത് പോലെ ജിഷ്ണു ഇവിടെ മരണപ്പെട്ടപ്പോൾ അതൊരു ആത്മഹത്യാ പ്രവണത, വളരെ ഈസി ആയിട്ടാണ് ആ ജിഷ്ണു മരിച്ചത് ആത്മഹത്യാ പ്രവണതയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇന്ന് കാണുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഭൂരിപക്ഷം കുട്ടികൾ ഇന്ന് പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ഒരു ചെറിയ ശതമാനം പരാതിയുമായി വരുന്നു എന്നാണ്. എങ്ങനെ ഇത് അംഗീകരിച്ച് പോകാൻ വേണ്ടി സാധിക്കും? അദ്ദേഹത്തിന് ഇത് എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുന്നു? ഒരു ചാനൽ ചർച്ചയ്ക്ക് മുന്നിൽ വന്നിരുന്ന അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുന്നു? ഇതൊരു ചെറിയ ശതമാനത്തിൻ്റെ പ്രശ്നമല്ല, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പ്രശ്നമാണ്. ഞാൻ ഈ നെഹ്റു കോളേജിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് 2 ദിവസം അവിടുത്തെ വിദ്യാർത്ഥികളെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും എന്നോട് നേരിട്ട് വന്ന് സംസാരിച്ചതാണ്. അവരെല്ലാം പറഞ്ഞത് ഒറ്റ കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിയമങ്ങളെല്ലാം പാലിച്ചിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏത് നിയമത്തിലാണ്, യൂണിവേഴ്സിറ്റിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ ഏത് നിയമത്തിലാണ് ഫൈൻ തോന്നുന്ന പോലെ വാങ്ങിക്കാനുള്ള അധികാരമുള്ളത്? വിദ്യാർത്ഥികളെ ഇടിക്കാൻ, ഇടിമുറി സ്ഥാപിക്കാൻ അനുമതിയുള്ളത് ഏത് നിയമമാണ് പറയുന്നത്? ഇൻസൈഡ് ആക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഷൂസിൻ്റെ ലൈസ് അഴിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ താടി വെച്ച് പോയാൽ അതിനൊക്കെ റിസീറ്റ് ഇല്ലാതെ പൈസ വാങ്ങിക്കാൻ, പണം വാങ്ങിക്കാൻ ഏത് നിയമമാണ് നിങ്ങൾക്ക് അധികാരം തരുന്നത്? അതുപോലെ തന്നെ ചോദിക്കണ്ടേ, ഇവിടെ മറ്റ് പല വിഷയങ്ങൾ
ആരാ അതിനകത്ത് നിന്ന് പുറത്തു വരുന്നത്? ഇപ്പോൾ ലേഡീസ് ഹോസ്റ്റൽ ടോംസ് കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പെൺകുട്ടികൾ, അവിടുത്തെ വിദ്യാർത്ഥികൾ ഞങ്ങളെ വിളിക്കുകയാണ്. അവിടെ പറയുകയാണ് അവിടുത്തെ ടോംസ് എന്ന് പറയുന്ന അതിൻ്റെ എല്ലാം അയാളാണ്. അദ്ദേഹം എവിടേക്ക് പോവുകയാണ്? ലേഡീസ് ഹോസ്റ്റലിൽ പോവുകയാണ് രാത്രിയിൽ. എഞ്ചിനി എന്ന് പറയുന്ന വാർഡൻ പറയുകയാണ് ടോംസ് സാറിന് പറ്റില്ല, എന്താണ് ഷാള് പറ്റില്ല, ഷാള് ഒഴിവാക്കണം. എന്നിട്ടൊരു പത്രക്കെട്ടെടുത്ത് പോകും. പത്രം നിലത്തിട്ട് വിദ്യാർത്ഥികളോട് പറയും അത് മടങ്ങിയെടുക്കൂ. ഇത് ഏത് നിയമമാണ്? ഇത് എവിടെയാണ് നടക്കാൻ വേണ്ടി സാധിക്കുക? അതുപോലെ തന്നെ പീഡനങ്ങൾ എവിടെ നടക്കാൻ വേണ്ടി സാധിക്കും? ഇന്ന് ഈ ചർച്ച നടക്കുന്ന ദിവസം ഈ ചർച്ചയ്ക്ക് പീപ്പിൾ ടിവിയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് കോയമ്പത്തൂരിൽ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ എന്നെ വിളിച്ചു. എന്താ ആ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആ വിദ്യാർത്ഥികളെ സസ്പെൻഡ്, SFIയുടെ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ പേര് തെരഞ്ഞെടുത്ത് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 2 ദിവസമായി അവിടെ മെസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. പരീക്ഷയാണ്, KTU എക്സാം നടക്കുന്നു. ആ വിദ്യാർത്ഥികളോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പോകുന്നു. അത് തന്നെയാണ് കേരളത്തിലെ പല വെള്ളാപ്പള്ളി നടേശന കോളേജ്, ഒരുപാട് കോളേജ് ഞാൻ പറഞ്ഞു വെക്കാം. ആ നിരവധി കോളേജുകൾ, ആ വിമൽ ജ്യോതി കോളേജ് കണ്ണൂർ, പരാതിയുമായി വിദ്യാർത്ഥികൾ വരികയാണ്. കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയിലെ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾ പരാതിയുമായി വരികയാണ്. സ്വാശ്രയ ഈ നിങ്ങളുടെ കീഴിൽ മാനേജ്മെന്റ് കീഴിലുള്ള സകല ചെറിയ ശതമാനമല്ല, ഒരു വലിയ ശതമാനം പരാതിയുമായി വരികയാണ്. അതിനെ വളരെ ഒരു പുഷ്പം പറിച്ചെറിയുന്നത് പോലെ ഇവിടെ ജിഷ്ണു മരിച്ചത് ആത്മഹത്യാ പ്രേരണ, ചെറിയ ശതമാനത്തിന്റെ പരാതി. ഇതല്ല, അതിനുമപ്പുറത്തേക്കും ഈ സ്വാശ്രയ ലോബികൾ കേരളത്തിൽ വളർന്നിരിക്കുന്നു. വളരെ പതിയെ അതങ്ങ് പറഞ്ഞു വെച്ച് പോകാൻ സാധിക്കില്ല സർ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ നിലയിൽ ഏറ്റവും ശക്തമായ സമരമാണ് ഇന്ന് SFI ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇന്ന് വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ശരി, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. നമുക്ക് എന്താണ് പരിഹാരം എന്നുള്ളതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ KG മധുവിന് അതിനുള്ള ഉത്തരവുണ്ടാവും. മറ്റുള്ളവർ കൂടി പറഞ്ഞാൽ അതിന് ഒരുമിച്ച് മറുപടി പറയാം. ശ്രീ ഷാജർ ഖാൻ, നിങ്ങളും ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് ഈ സംസ്ഥാനത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്. ഇപ്പോൾ ശ്രീ KG മധു പറഞ്ഞത്, ശ്രീ വിജിൻ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളുമൊക്കെ കാണുമ്പോൾ അത് നിങ്ങൾക്കും അനുഭവപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയല്ലേ? അതായത് ഈ സ്വാശ്രയം എന്ന് പറയുന്ന ദുർഭൂതത്തെ തുറന്നു വിട്ട നാൾ മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ. ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, വിദ്യാഭ്യാസത്തിൻ്റെ സങ്കല്പങ്ങളും തത്വങ്ങളും അല്ല സ്വാശ്രയ കോളേജുകൾ ഉള്ളത്. കാരണം സ്വാശ്രയ കോളേജിൽ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ ലാഭമാണ് ലക്ഷ്യം. സാറ് പറഞ്ഞു നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന്. അവിടെ നോ ലോസ് ബട്ട് ബിഗ് പ്രോഫിറ്റാണ്, പ്രോഫിറ്റീറിംഗ് ആണ് അതിൻ്റെ ലക്ഷ്യം. അതിനെയാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇരകളായി നമ്മുടെ കുട്ടികളിൽ നിന്ന് ലക്ഷങ്ങൾ ഫീസ് പിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഫീസ് പിരിക്കുന്നുണ്ട്. ഫീസ് പിന്നെ ഒരു ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും തമ്മിലുണ്ടാക്കുന്ന വർഷാവർഷം ഉണ്ടാക്കുന്ന കരാറിന് പ്രകാരം അത് 1 വർഷത്തെ ഫീസല്ല, 5 വർഷത്തെ ഫീസ്, 3 വർഷത്തെ ഫീസ് ഒറ്റയടിക്ക് വാങ്ങിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയൊരു തുക സമാഹരിച്ചെടുക്കുകയാണ്. എന്നാൽ അതിനിടയ്ക്ക് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വന്നാൽ ആ കുട്ടിക്ക് പൈസ തിരിച്ചു കൊടുക്കില്ല, അതവിടെ പിടിച്ചു വയ്ക്കും. ഇങ്ങനെയൊക്കെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ലോകത്ത് ഒരിടത്തും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് നടത്തുവാൻ എന്തിന് അനുമതി കൊടുക്കുന്നു? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഗവൺമെൻറ്റുകൾ കരാറുണ്ടാക്കുമ്പോൾ ആ കരാറിൽ വ്യക്തമായ വ്യവസ്ഥകൾ ഉണ്ടാക്കണം. ഇപ്പോൾ പ്രോസ്പെക്ടസിൽ തുടങ്ങാം. നമുക്ക് പ്രോസ്പെക്ടസിൽ തന്നെ നമ്മൾ പറയണം എങ്ങനെയാണ് ഇത് കണ്ടക്ട് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് അഡ്മിഷൻ അതിൻ്റെ പ്രക്രിയ, ഫീസ് സ്ട്രക്ചർ. അതോടൊപ്പം തന്നെ ആ കോളേജിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു മാനുവൽ തയ്യാറാക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പ്രവർത്തിക്കാൻ. അവിടെ ഇതില്ല എന്നുള്ളത് കൊണ്ട് ഓരോ കോളേജും ഓരോ മാനേജ്മെൻറ്റും ഓരോ നിയമം നിർമ്മിക്കുകയാണ്. അവൻ പറയുന്നതാണ് നിയമം, അവിടെ അതാണ് നടപ്പിലാക്കേണ്ടുന്നത്. മിക്കവാറും എല്ലാ കോളേജുകളിലും ഗുണ്ടായിസമുണ്ട്. ഗുണ്ടകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ജിഷ്ണുവിനെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുന്നതും ഒരു ഗുണ്ടകളുടെ ഒരു സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ വന്ന് ഒരു മാഫിയ സംഘം ആയി അത് പരിണമിച്ചിരിക്കുന്നു. മാഫിയ സംഘമാണ് അത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ലാഭവും അതിൻ്റെ നേട്ടങ്ങളും അതിലൂടെ ഒരു വിഭാഗത്തിനുണ്ടാകുന്ന സൗഭാഗ്യങ്ങളും മാത്രം പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ അക്കാദമികമായ താല്പര്യങ്ങളെ പൂർണ്ണമായി ബലികഴിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ കേരളത്തിൽ ഈ അസോസിയേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന 120 പ്രൈവറ്റ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സ്ഥിതി എന്താണ്? ആ കോളേജുകളിൽ മഹാഭൂരിപക്ഷം കോളേജുകളിലും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, യോഗ്യരായ അധ്യാപകരില്ല, അക്കാഡമിക്കായിട്ടുള്ള നിലവാരമില്ല, അവിടെ സംഘടനാ സ്വാതന്ത്ര്യമില്ല, ജനാധിപത്യ അവകാശങ്ങളില്ല. അവിടെ മനുഷ്യാവകാശങ്ങൾ കൂടി ധ്വംസിക്കപ്പെടുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരം ആളുകൾ തന്നെ. ഇപ്പോൾ വൈസ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ വൈസ് പ്രിൻസിപ്പലും PROയും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടുന്ന ആളുകളാണ്. അത് കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ജിഷ്ണു എന്ന് പറയുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് നയിച്ചത് ഈ പറയുന്ന ആളുകളുടെ മാനസിക പീഡനത്തിൻ്റെ തുടർന്നാണ്. മാനസിക പീഡനവും ശാരീരിക പീഡനവും ചെകിടത്തടിച്ചതിൻ്റെ പാടുകൾ വരെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ, തൻ്റെ കോളേജിൽ വരുന്ന വിദ്യാർത്ഥിയെ അടിച്ച് മർദ്ദിച്ച് അവശനാക്കി മരണത്തിലേക്ക് നയിച്ചുകൊണ്ട്
തുടർന്നുകൊണ്ടിരിക്കുന്നു. രജനീഷ് ആനന്ദിൻ്റെ മരണം മുതൽ തുടങ്ങിയതാണ്. നമ്മൾ എത്ര മരണങ്ങൾ ഇതിനകം കണ്ടു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ട്രെസ് മൂലമാണ് മരിക്കുന്നതെന്ന്. എന്നാൽ പിന്നെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ആരും മരിക്കാത്തെന്താ? അവരാരും ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ. ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. ഒരു മാനേജരും ഇതുവരെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തതായി ഞങ്ങൾ കേട്ടിട്ടില്ല, കേൾക്കുന്നുമില്ല. പകരം വിദ്യാർത്ഥികളെ സ്ട്രെസ്സിലേക്ക് നയിക്കുകയാണ്. തീർച്ചയായിട്ടും സ്ട്രെസ് തന്നെയാണ് മരണ കാരണം. ആ സ്ട്രെസ് എന്തുകൊണ്ടുണ്ടാകുന്നു? സ്വാശ്രയത്തിലെ പീഡനങ്ങളാണ്, ലൈംഗിക പീഡനങ്ങൾ വരെയുള്ള പീഡനങ്ങളാണ് ആ സ്ട്രെസ്സിന് കാരണമാകുന്നത്. അതുകൊണ്ടാണ് പെൺകുട്ടികളും ആൺകുട്ടികളും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അവർക്ക് ഒന്നിച്ച് നടക്കാൻ പോലും അവകാശമില്ല. താങ്കൾ ഒരു എയ്ഡഡ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അധ്യാപകൻ കൂടിയാണ്. ഈ വിഷയത്തിൽ ഒരുപാട് കാലങ്ങളായി പ്രതികരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഈ പ്രശ്നത്തെ, ഇപ്പോൾ ജിഷ്ണുവിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണ് ഒരു നടപടി എടുത്തിട്ടുള്ളത്. ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ സർക്കാരിൻ്റെ ഒരു സമിതിയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവർ പഠിക്കുന്നുണ്ട്. ജിഷ്ണുവിൻ്റെ മരണം എങ്ങനെയാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ സ്വാശ്രയ കോളേജുകളുടെ ഒരു അധ്യാപന അക്കാദമിക രീതികൾ ഇപ്പോൾ ഇവിടെ അതിൻ്റെ അസോസിയേഷൻ സെക്രട്ടറി വിവരിച്ചത് വെച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്വാശ്രയ കോളേജുകളിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനം അകപ്പെട്ടു പോയവരാണ്. കാലാകാലങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകളുമായി അഡ്മിഷൻ സമയത്തുണ്ടാക്കുന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടിയാൽ അതിനുശേഷം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻ ഹയർ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും 4 വർഷത്തെ ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ ഈ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടുന്ന് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഷാജർ ഖാൻ പറഞ്ഞതുപോലെ തന്നെ, വലിയൊരു മാഫിയയായി വളർന്ന ഇവർ, ഈ സ്വാശ്രയ വിദ്യാഭ്യാസ ലോബി ഗവൺമെൻറ്റുകളെയും മാധ്യമങ്ങളെയും ഒക്കെ അവരുടെ പരിധിയിൽ നിൽക്കാവുന്ന അത്രയും വലിയ ഒരു ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഹയർ ഓപ്ഷൻ കിട്ടി പോകാൻ ആ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമെങ്കിൽ ഈ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ അത്യാവശ്യം മെറിറ്റുള്ള കുട്ടികളൊന്നും അവിടെ തുടരുകയില്ല എന്നുള്ളത് നന്നായി ഞങ്ങൾ ഓരോരുത്തർക്കും ബോധ്യം, ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സാങ്കേതിക സർവകലാശാല ഇന്നലെ നടപടിയെടുത്തു. സർക്കാർ സാങ്കേതിക സർവകലാശാലയെ നടപടിക്ക് വേണ്ടി ചുമതലപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പെട്ടെന്ന് പറയാൻ എനിക്ക് തോന്നുന്നത്, പോക്കറ്റടിക്കാരനെ പിടിക്കാൻ കൊള്ളക്കാരനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഈ സാങ്കേതിക സർവകലാശാല ഈ സ്വാശ്രയ കോളേജുകളെ ഈ മേഖലയിലേക്ക്, എഞ്ചിനീയറിംഗ്, കേരളത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഈ സാങ്കേതിക സർവകലാശാല വന്നതിന് ശേഷം കുട്ടികളുടെ സ്ട്രെസ്സ് വളരെ കൂടി. ശ്രീ മധു, അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് ചർച്ചയിൽ ഞാൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ കാണുന്നത്. ഇതിനു മുമ്പ് മറ്റു ചില ആളുകളായിരുന്നു സ്ഥിരമായി വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞ വളരെ ഒതൻറ്റിക്കായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. യാതൊരു ലാഭവിഹിതവും എടുക്കാതെ ഈ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളെ എന്തിനാണ് വെറുതെ മാധ്യമങ്ങളും അങ്ങനെയുള്ള ആളുകളും ഒക്കെ ചേർന്നിട്ട് പഴിചാരുന്നത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ചോദിക്കുന്നത്. യാതൊരു ലാഭവിഹിതവും ഇല്ല. എന്ത് വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടുള്ള മാനേജ്മെൻറ്റുകളാണ് കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ നടത്തുന്നവരായിട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് ബാർ മുതലാളിമാർ മുതൽ ബ്ലേഡ് കമ്പനികൾ വരെ നടത്തി പരിചയം മാത്രമുള്ള ആളുകളാണ് കേരളത്തിലെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എത്രയോ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു കൊണ്ടുവന്നൊരു സാധനമാണല്ലോ സാങ്കേതിക സർവകലാശാല എന്ന് പറയുന്നത്. നല്ല യൗവനയുക്തിയായ ഒരു യുവതിക്ക് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു വരനെ കണ്ടെത്തി കല്യാണം തീരുമാനിച്ചു വെച്ചതാണ്. പക്ഷേ രക്ഷകർത്താക്കൾക്ക് ചില സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ കല്യാണവും നീട്ടിവെക്കേണ്ടി വന്നു. അപ്പോഴേക്കും അടുത്ത് നിന്ന ഏതോ കവലച്ചട്ടമ്പി വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരവസ്ഥയിലാണ് സാങ്കേതിക സർവകലാശാല ഇപ്പോൾ നിൽക്കുന്നത്. ഇവരുടെയൊക്കെ നിയന്ത്രണത്തിലാണ് 120 കോളേജുകൾ. ഇപ്പം സാറ് പറയുന്നത് കേട്ടോ, അത് ഇന്ന് മറ്റേ കോളേജുകൾ മുഴുവൻ അടച്ചിട്ടിരിക്കുക. ഒരു സിനിമാ തിയേറ്റർ അടച്ചിടുന്ന ലാഘവത്തോടുകൂടി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ 120 കോളേജുകൾ അടച്ചിടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അതിനുള്ള ധൈര്യമൊക്കെ ഈ കേരളത്തിൽ എങ്ങനെ ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അവരുടെ മാനേജ്മെൻറ്റ് അസോസിയേഷനൊക്കെ വന്നത്? ഇവരെങ്ങനെ ഇതൊക്കെ നേടിയെടുത്തത്? ഇന്ന് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഹയർ സെമസ്റ്ററിലുള്ള കുട്ടികൾക്ക് ലാബ് എക്സാമിനേഷൻസ് ആണ്. ഇന്ന് നിങ്ങളുടെ കോളേജുകൾ മുഴുവൻ നിങ്ങൾ അടച്ചിട്ടു. ആ കുട്ടികളുടെ പരീക്ഷ ആര് നടത്തും? ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രൊഫസർ സഞ്ജീവ്. ശ്രീ KG മധു, ഇതിനുള്ള മറുപടി പറഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഈ പ്രോസ്പെക്ടസിനെ പറ്റി പറയുകയുണ്ടായി. ഈ കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും, സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ തുടങ്ങുന്നതിന് മുന്നേ അവരുടെ പ്രോസ്പെക്ടസ് നേരത്തെയുള്ള ജെയിംസ് കമ്മിറ്റി, ഫീ സൂപ്പർവൈസറി കമ്മിറ്റി അവരുടെ അടുത്ത് കൊടുത്ത് അത് വെറ്റ് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷമാണ് പ്രോസ്പെക്ടസ് ഫൈനലൈസ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാതെ ഓരോ മാനേജ്മെൻറ്റിനും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രോസ്പെക്ടസ് ഉണ്ടാക്കാൻ പറ്റില്ല. ആ പ്രോസ്പെക്ടസിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യം വെറ്റ് ചെയ്തിട്ട് വാങ്ങിക്കണം.
അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹയർ ഓപ്ഷൻ്റെ കാര്യം അത് ഗവൺമെൻറ്റായിട്ട് ശ്രീ കെ ജി മധു, ആ കാര്യത്തിൽ ഞാനൊന്ന് ഇടപെടട്ടെ. ഇപ്പോൾ പ്രോസ്പെക്ടസ് ആണ് ഏറ്റവും വലിയ ബൈബിൾ എന്നുള്ള നിലയ്ക്കാണ് താങ്കൾ ഇപ്പോൾ അത് വെറ്റ് ചെയ്ത് വാങ്ങിച്ചതാണ്. ജെയിംസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ, ജെയിംസ് കമ്മിറ്റിക്ക് ഫീസിന്റെ കാര്യത്തിലാണ് അവർ കാര്യങ്ങൾ നോക്കുക, ഫീസും അഡ്മിഷന്റെ കാര്യങ്ങളും മാത്രം. മറ്റതിനകത്ത് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഒരു സ്ഥാപനത്തിന് വേണ്ടതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചിലപ്പോൾ മറിച്ച് പോയിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ ഒരു അധികാര പരിധിക്കകത്ത് വരുന്നതല്ല. അതുപോലെ നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതെല്ലാം ഒരു പൊതു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ ആ പ്രോസ്പെക്ടസിനകത്ത് എന്തിനാണ് ഓരോ മാനേജ്മെന്റും പ്രത്യേകം നിയമങ്ങൾ ചേർക്കുന്നത്? ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞ കാര്യങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങൾ ക്യാമ്പസിൽ പ്രാവർത്തികമാക്കുന്നത്? അല്ല, ഇപ്പം നേരത്തെ ശ്രീ വിജയൻ പറഞ്ഞ മാതിരി ഇതിൽ പല കോളേജുകളിലും ഇതേമാതിരിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് വേണം. അതുപോലെ ശ്രീ കെ ജി മധു, അതിന്റെ ആ കമ്മ്യൂണിക്കേഷനാണ് കൃത്യമായി പോകാത്തത്. അങ്ങ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ വിദ്യാർത്ഥികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തിരുത്തി പോകേണ്ടത് തന്നെയാണെന്നുള്ളതാണ്. ആ പ്രശ്നം ചെറുതല്ല, ആ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നിങ്ങൾ അഭിമുഖീകരിക്കാതെ, അത് വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യാതെ, സർക്കാരുമായി ചർച്ച ചെയ്യാതെ നിങ്ങളിൽ ചിലർ തന്നെ വരുത്തി തീർക്കുന്ന പ്രശ്നങ്ങൾ കൂടിയാണെന്ന് എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്? ഈ ലാഭമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ പ്രശ്നക്കാർ. ഒരിക്കലും മുഴുവനും നമുക്ക് അങ്ങനെ കരുതാൻ പറ്റില്ല. കാരണം ഈ മിക്ക കോളേജുകളും ഈ പല കാര്യങ്ങളും ചെയ്യുന്നത് ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഉദാഹരണത്തിന് ചില റിസൾട്ട് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും, ചിലത് നല്ല പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും, ഇങ്ങനെ പലതും ഉണ്ടായിരിക്കാം. ഇത്രയും കാലമായി ഈ പറഞ്ഞ രീതിയിൽ ചെയ്ത് റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്തതിന്റെ ലിസ്റ്റും അതിന്റെ ഒരു പഠനവും താങ്കളുടെ മുമ്പിൽ ഉണ്ടാകുമല്ലോ. എന്താണ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഈ കാലം അത്രയുമുള്ള റിസൾട്ട് സർ? എന്നിട്ട് ഈ കോളേജുകളെല്ലാം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തതാണ്. ഒരു സാധാരണ കച്ചവടമാണെങ്കിൽ അത് അന്നേ അടച്ചുപൂട്ടും ആളുകൾ. ഈ കച്ചവടം മാത്രം എന്തുകൊണ്ടാണ് ഇത്ര മോശപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടും തുടരുന്നത്? അങ്ങനെയല്ല, ഇത് റിസൾട്ടിൻ്റെ കാര്യത്തിലേക്കുള്ള ചർച്ചയായിട്ട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ തന്നെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ 10ാം ക്ലാസ്സിലെയും അതേപോലെ തന്നെ 12ാം ക്ലാസ്സിലെയും റിസൾട്ട് ഏകദേശം 95% മുകളിലാണ്. ഈ കുട്ടികളാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ഇൻപുട്ട് ക്വാളിറ്റി നമ്മുടെ റിസൾട്ടിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ 5 യൂണിവേഴ്സിറ്റികളിലായിട്ട് ചിതറിക്കിടന്ന എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ഇപ്പോൾ KTUവിൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 റിസൾട്ട്, അതായത് കഴിഞ്ഞ ബാച്ചിൻ്റെ ഫസ്റ്റ് ഇയർ. സാർ, നമ്മൾ ഇതിന് പ്രശ്നത്തിന് ഒരു പരിഹാരത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇതിനെ പൊതുവൽക്കരിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ റൂട്ട് കോസിലേക്ക് തന്നെ നമ്മൾ വരണം. അതായത് ഈ രംഗത്ത് നേരത്തെ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതുപോലെ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഈ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും ശ്രമിക്കുന്ന കോളേജുകൾ അല്ല എന്ന് ബോധ്യമുള്ള, അങ്ങനെ റിസൾട്ടുകൾ തരുന്ന, അകത്ത് നേരത്തെ ഇവിടെ പലരും ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്ന, അത് കൈകാര്യം ചെയ്യാനുള്ള യോഗ്യതകൾ ഇല്ലാത്തവർ നടത്തുന്ന സ്ഥാപനങ്ങൾ, അതിനെ മാറ്റി നിർത്താൻ എന്തുകൊണ്ടാണ് സംഘടന ശ്രമിക്കാത്തത്? അല്ലെ, സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് അതിനുള്ള മാൻഡേറ്റ് ഇല്ല. കാരണം ഇവിടെ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെയും AICTEയുടെയും എല്ലാം അംഗീകാരത്തോടെ. കെ ജി മധു, ഞാൻ അതിനകത്തൊന്ന് ഇടപെടും. അതായത് സംഘടനയ്ക്ക് മാൻഡേറ്റ് ഉള്ള കാര്യമാണോ നിങ്ങൾ ഇന്ന് ചെയ്തത്? നിങ്ങൾ ഈ കോളേജുകളെല്ലാം കൂട്ടി ഞങ്ങളിതാ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയല്ലോ. അത് നിങ്ങൾക്ക് മാൻഡേറ്റ് ഉള്ള കാര്യമാണോ? അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്നിച്ചു നിൽക്കാം. ഞങ്ങളുടെ ഈ എന്റർപ്രൈസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഇതിനകത്ത് തന്നെയുണ്ട്, അവരെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടി വിശ്വാസമുള്ള തരത്തിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പെരുമാറാമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 2 മാസം മുന്നേ ഞങ്ങളൊരു അക്കാഡമിക് സ്റ്റാഫ് കോളേജ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത് ഞങ്ങളുടെ മെമ്പർ കോളേജിലുള്ള അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതുപോലുള്ള പല കാര്യങ്ങളും ഞങ്ങൾ കാലം മാറി. ഈ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഒന്നും അല്ല ഇതിന് പരിഹാരം. ഇപ്പൊ ഇവിടെ നടക്കുന്ന അക്കാഡമിക് സ്റ്റാഫ് കോളേജുകൾ തന്നെ വേണ്ട രീതിയിൽ ആളുകൾക്ക്, അധ്യാപകർക്ക് വേണ്ട കോച്ചിങ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വേറെ ചർച്ച ചെയ്യണം. അതിനിടയിലാണ് അങ്ങ് ഈ പുതിയ അക്കാഡമിക് സ്റ്റാഫ് കോളേജിന്റെ കാര്യം പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ആര് പഠിപ്പിക്കുന്നു? ഈ പറയുന്ന ക്വാളിറ്റി ഇല്ലാത്ത തരത്തിൽ പഠിച്ച് പാസ്സായവരും കുറഞ്ഞ ക്വാളിറ്റിയുള്ള അധ്യാപകരെ പലയിടത്തും നിയമിച്ചവരും തന്നെയല്ലേ വന്ന് അവിടെയും പഠിപ്പിക്കുന്നത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് ഇവിടെ നേരത്തെ പ്രൊഫസർ സഞ്ജീവ് പറഞ്ഞത്. ഇല്ല, ഒരിക്കലുമല്ല. ഇത് വളരെ നല്ല പ്രഗത്ഭരായ അധ്യാപകരെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഇനീഷ്യേറ്റീവ് പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സ് ഞങ്ങൾ ഭാവിയിൽ കൂടുതലായിട്ട് കൊണ്ടുവരും.
ഈ പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ അതെല്ലാം നിങ്ങൾ കൊണ്ടുവന്നോളൂ ശ്രീ കെ ജി മധു. പക്ഷെ നിങ്ങൾക്കൊരു സാമൂഹ്യ നിയന്ത്രണമില്ല, നിങ്ങൾക്കൊരു പൊതു നിയമമില്ല. നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് മറ്റെല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് പോലെ നിയമസഭയിൽ പാസാക്കിയ ഒരു നിയമം ഇല്ല ഇപ്പോൾ. ശരിയല്ലേ? കേരളത്തിലെ ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് AICTE അതുപോലെ തന്നെ KTU യൂണിവേഴ്സിറ്റി ഇതിന്റെ നിയമങ്ങൾ, പിന്നെ ബാക്കിയുള്ള കുറേ അതൊക്കെ അതാത് കാലങ്ങളിൽ വരുന്ന സർക്കാരുകൾക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി, കുട്ടികളുടെ ഭാവി കളയാതിരിക്കാൻ വേണ്ടി, രക്ഷിതാക്കളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം നിന്നു തരുന്നതാണ്. അങ്ങനെ അല്ല പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഈ അനുഭവങ്ങളെങ്കിലും വെച്ച് നിങ്ങൾ പാഠം പഠിക്കേണ്ടതല്ലേ? ഞാൻ തിരിച്ചു വരാം. ശ്രീ വിജിൻ, അതല്ലേ ശരി? ഒരു നിയമത്തിന്റെ പ്രശ്നം, സാമൂഹ്യ നിയമം, ഇവിടെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ക്യാമ്പസിൽ കൃത്യമായി നിയമങ്ങൾ മനസ്സിലാക്കി ആശയങ്ങൾ, ഇവർ പറയുന്ന ആശയങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ സംഘടനയ്ക്കൊക്കെ അഭിപ്രായമുണ്ടല്ലോ. നിങ്ങളുടെ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്നോ പറ്റില്ല എന്നോ തരത്തിലൊരു ഉത്തരം നേരത്തെ ശ്രീ കെ ജി മധു പറഞ്ഞു. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇവിടെ ആദ്യം ക്ലാസ് കൊടുത്ത് പഠിപ്പിക്കേണ്ടത് ഈ മാനേജ്മെൻറ്റ് അസോസിയേഷനിലെ മുഴുവൻ ആളുകളെയാണ്. എങ്ങനെ നന്നായി പെരുമാറണം, എങ്ങനെ ഒരു വിദ്യാർത്ഥിയോട് സ്നേഹത്തോട്, അത് ആദ്യം നിങ്ങൾ പഠിക്കുക. ആദ്യം നിങ്ങൾ പോയി പഠിച്ചിട്ട് ബാക്കി ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നടത്തി കൊടുത്താൽ മതി. ഇവിടെ ഗുണ്ടകളാണ് മാനേജർമാരെന്ന് പറഞ്ഞാൽ ഗുണ്ടകൾ. നേരത്തെ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച സർമർ സൂചിപ്പിച്ചുവല്ലോ, ഇവിടെ സൂചിപ്പിച്ച പോലെ ബ്ലേഡ് മാഫിയയും അതുപോലെ തന്നെ മദ്യക്കച്ചവടവും നടത്തി അതേ രീതിയിൽ ബാറിൽ പെരുമാറിയതുപോലെ വിദ്യാർത്ഥികളോട് വന്ന് പെരുമാറാൻ നിന്നാൽ അതിവിടെ വിലപ്പോകില്ല. അവിടെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുണ്ടെങ്കിൽ, വിദ്യാർത്ഥി സംഘടന ഉണ്ടെങ്കിൽ, അത് ആരും ആയിക്കോട്ടെ, ഏത് വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ, അവിടെ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടെങ്കിൽ ഇവരുടെ തെറ്റിനെ ചോദ്യം ചെയ്യും. പുറം ലോകം ഇവരുടെ തെമ്മാടിത്തരങ്ങൾ പുറം ലോകം അറിയും. ഞങ്ങൾ വിളിച്ചു പറയും, അതിനെതിരെ ഞങ്ങൾ സമരം ഏറ്റെടുക്കും. അതുകൊണ്ട് നേരത്തെ ഈ മധു സാർ ഇവിടെ പറഞ്ഞല്ലോ, സാർ ഇവിടെ പറയുന്നൊന്നും അവിടെ ഏത് സ്വാശ്രയ കോളേജിലാണ് വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ കൃത്യമായി അനുവദിക്കുന്നത്? എവിടെയും അനുവദിക്കുന്നില്ല. ചിലയിടങ്ങളിൽ ഞങ്ങൾ കയറിയതാണ്, ഞങ്ങൾ ശക്തമായി കയറിയതാണ്. ഞങ്ങൾ കയറിയപ്പോൾ ഇന്നും ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്വാശ്രയ കോളേജുകളിൽ ഞങ്ങളെ പടിയിറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ മാനേജർ അസോസിയേഷൻ്റെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ ഞങ്ങളെ പടിയിറക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ സംഘടിത ശക്തിക്ക് മുന്നിൽ നിങ്ങൾക്ക് മുട്ടുവറച്ചു പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ഞങ്ങളെ അതിനകത്ത് കയറ്റുന്നില്ല. ഞങ്ങൾ പലതവണ കയറാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷേ വിദ്യാർത്ഥികൾ പേടിച്ച് ഞങ്ങളുടെ കൂടെ വന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ജിഷ്ണുവിന്റെ മരണശേഷമാണ് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങൾ ഈ വിദ്യാർത്ഥി സംഘടനകളെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ക്യാമ്പസിൽ രാഷ്ട്രീയം പാടില്ല എന്ന ഫത്വ പുറപ്പെടുവിക്കലാണ്. നിങ്ങളത് എത്ര നിഷേധിച്ചാലും നിങ്ങൾക്ക് തന്നെ അറിയാം, ഏറ്റവും ആദ്യം കോളേജ് നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വേണ്ട ശാന്തത വേണമെങ്കിൽ അവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പാടില്ല എന്ന്. അതിൻ്റെ ഫലമാണ് ഒരുപക്ഷെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ കൂടി കഴിഞ്ഞ 2 ദിവസമായി ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ വേദനിച്ച ഒരു സമൂഹത്തോടൊപ്പം വിദ്യാർത്ഥി സംഘടനകൾ നിന്ന് കോളേജിലും നിങ്ങളുടെ സംഘടനാ ഓഫീസിലും കയറി അവിടെ ആക്രമണം വരെ നടത്തിയത്. അതിന് നമുക്ക് ഒരുപക്ഷെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ വികാരത്തെ നമുക്ക് ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്. ഈ സമ്മർദ്ദത്തിൽ വിദ്യാർത്ഥികളെ നിർത്തിക്കൊണ്ട് അവരെ സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ അവരുടെ മുഴുവൻ കയ്യടിയാണ് സർ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയത്. അതിപ്പോഴും കിട്ടുന്നത്. ഇവിടെ വരുന്ന ഫോൺ കോളുകൾ അതിന് മറുപടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനൊരു മനസ്സ് വരാത്തത്? ഇപ്പോഴും ഇനി നിങ്ങൾ ഇതിന് ചോദ്യം ചെയ്താൽ ഞങ്ങൾ ഈ കച്ചവടം മതിയാക്കി പോകുമെന്ന തരത്തിൽ വർത്തമാനം പറയുന്നത്. ശ്രീ മധു, അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഗൈഡൻസ്, ഇപ്പോൾ ഇതൊരു ഐ ഓപ്പണറാണ്. ഇപ്പോൾ ഈ ഇഷ്യൂ നമുക്ക് കോളേജുകൾക്ക് ഒരു ഐ ഓപ്പണറാണ്. അതിന് വേണ്ട ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് മാനേജ്മെൻറ്റ് അസോസിയേഷൻ മാറുമെന്നൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. അത് മാനേജ്മെന്റ് അസോസിയേഷൻ മാത്രം തീരുമാനിക്കും എന്നാണോ? അതിനകത്ത് സർക്കാരിനും വിദ്യാർത്ഥി സംഘടനകൾക്കും സർവകലാശാലകൾക്കും പൊതു വിദ്യാഭ്യാസ വിചക്ഷണർക്കും ഒക്കെ സ്ഥാനമില്ലേ? അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ റിപ്പോർട്ടിനെ കാത്തിരിക്കുമോ നിങ്ങൾ? ഇത് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, ഓംബുഡ്സ്മാൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് അതിനെ സഹർഷം സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിങ്ങൾ സ്വാഗതം ചെയ്യും. ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കീഴിൽ വരുന്ന ഈ സമിതി ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കൊരു സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരുന്ന നിയമമോ റിപ്പോർട്ടോ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ
നിങ്ങളിവിടെ എന്ത് കോലാഹലമാണ് ഉണ്ടാക്കുക? മുൻകാലങ്ങളിൽ അത് കണ്ടിട്ടുള്ളതല്ലേ? ഇപ്പോ ഓംബുഡ്സ്മാന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന അതാണ്. ഇവിടെ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല, ഇവിടെ ഒരു കാര്യം, ഇവിടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ ഇതാ ഞങ്ങൾ വലിയ മാറ്റം വരുത്താൻ പോകുന്നു പറഞ്ഞതുകൊണ്ട് ഒരു മാറ്റവുമില്ല. ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ മരണമുണ്ടായി, ജിഷ്ണു ഇനി ജിഷ്ണു തിരിച്ചു വരില്ല, ജിഷ്ണു ആവർത്തിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ എല്ലാവരും നടത്തുമ്പോൾ അതിൽ മാറ്റം വരുത്താൻ മാനേജ്മെന്റ് അസോസിയേഷൻ തയ്യാറാകുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, ഞാൻ തെളിവുകൾ നിരത്തി പറയാം. കോഴിക്കോട്ടെ KMCT കോളേജ് ഇന്നൊരു വിദ്യാർത്ഥിക്ക് കൊടുത്തത് 3000 രൂപ ഫൈനാണ്. ജിഷ്ണുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനത്തിന് ഇറങ്ങാൻ എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. അവിടുത്തെ പ്രിൻസിപ്പാൾ ഒരു വിദ്യാർത്ഥിയുടെ ഒരു പോളിടെക്നിക് KMCT പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയുടെ പാൻറിനകത്ത് ഒരു പ്രിൻസിപ്പാൾ വനിതാ പ്രിൻസിപ്പാളാണ് പിടിക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിൽ ഈ ഫോണിൽ ഇപ്പോൾ കിടക്കുകയാണ്. മാറ്റം വരുന്നില്ല. ഇവിടെ നെഹ്റു കോളേജിലെ മാനേജ്മെന്റ് ധിക്കാര നിലപാട്, വിദ്യാർത്ഥികളെ പുറത്താക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, ഫൈൻ അടക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇവിടെ ചില്ലുകൂടുകൾ അടിച്ചത് അതിന്റെ കണക്കെടുത്തു, എനിക്ക് ലക്ഷങ്ങളെ നഷ്ടം വന്നു. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം കോഷൻ ഡെപ്പോസിറ്റിന് തിരിച്ചു വരെ തരാൻ വേണ്ടി പോകുന്നില്ല. അതാണ് അതിന്റെ മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സംഘടനയിലെ അംഗമാണ് ഈ നെഹ്റു കോളേജ്, അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ KMCT കോളേജൊക്കെ. ഇത് ശരിയാണോ എന്ന് ഞങ്ങൾ അന്വേഷിക്കട്ടെ. ഞങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും, അവരെ ഞങ്ങൾ പുറത്താക്കുമെന്ന്. ഇവിടെ സിനിമ നടത്തുന്ന ആളുകൾ വരെ അത് ചെയ്യുന്നുണ്ട് സർ. നിങ്ങൾ വിദ്യാഭ്യാസമാണല്ലോ നടത്തുന്നത്, നിങ്ങൾക്കത് എന്തുകൊണ്ട് ഒരു അസോസിയേഷന്റെ ഉത്തരവാദിത്തത്തോടുകൂടി അല്ലെങ്കിൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇത് അന്വേഷിച്ച് ഞങ്ങൾ അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറയാൻ സാധിക്കുന്നില്ല? അല്ല, ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. എന്ത് പരിമിതിയാണ് നമുക്കറിയാവുന്നതാണ്, അന്വേഷിക്കാം, ഏത് സംഘടനകൾക്കും അന്വേഷിക്കാം. അതല്ല, അങ്ങനെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നാളെ വേറെ അസോസിയേഷൻ ഒറ്റ ലക്ഷ്യമുള്ളൂ, പണം ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക, അതിനപ്പുറം ഒരു പരിമിതിയും ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഞങ്ങളൊരു എത്തിക്സ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പിന്നെ നെഹ്റു കോളേജിൻ്റെ കാര്യത്തിൽ അത് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ മറ്റുള്ള കോളേജുകളിലേക്കും ഇത് നമ്മൾ അത് ശ്രമിക്കും. അത് ഞങ്ങൾ അതിന് കോളേജുകൾക്ക് ഞങ്ങൾക്ക് മാക്സിമം ഗൈഡൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് അങ്ങ് അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങയുടെ സെക്രട്ടറിഷിപ്പ് പോകാനാണ് സാധ്യത. അല്ല അപ്പോഴേ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞു, എത്തിക്സ് തന്നെ ഇല്ലല്ലോ ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക്. പിന്നെ എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ഐവാഷാണ്. അല്ല, അപ്പോൾ നമുക്ക് പ്രശ്നപരിഹാരത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു സമഗ്രമായൊരു നിയമനിർമ്മാണം അടിയന്തരമായി നിയമസഭ പാസ്സാക്കാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ അഭ്യർത്ഥന. അതിൽ വളരെ ക്ലിയർ കട്ടായിട്ട് പറയണം കാര്യങ്ങൾ. അതിൽ ഫീസ് സ്ട്രക്ചറും അഡ്മിഷൻ്റെ പ്രക്രിയയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, അത് ഓരോ വർഷത്തെയും കാര്യങ്ങളാണ്. പക്ഷേ എങ്ങനെയായിരിക്കണം ഈ കോളേജുകൾ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന വ്യക്തമായ ഒരു പ്രവർത്തന ചട്ടം നിർമ്മിക്കണം. ആ ചട്ടം നിർമ്മിച്ചാൽ മാത്രം പോരാ, ആ ചട്ടം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പഠിക്കാൻ ഒരു ഉന്നതതല കമ്മീഷനെ നിയോഗിച്ചു, KTU ഓംബുഡ്സ്മാനെ നിയോഗിച്ചു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരുപാട് കമ്മീഷനുകളും കമ്മിറ്റികളും നമുക്ക് ഇതിനകം ഉണ്ട്. പക്ഷേ ഇവിടെ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തെയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെയും തടയാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് നമ്മൾ ഇന്ന് വീണ്ടും ഈ ചർച്ചയിലേക്ക് നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി വേണ്ടുന്നത് വളരെ കർശനമായ ഉപാധികളോടുകൂടി NOC കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചില ഉപാധികൾ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടി അവതരിപ്പിക്കണം. 1. 2. ആ മാർഗ്ഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ലെങ്കിൽ അത്തരം കോളേജുകളുടെ അഫിലിയേഷൻ റദ്ദാക്കണം, അവരുടെ NOC റദ്ദാക്കണം, അവരുടെ എല്ലാ വിധത്തിലുള്ള അംഗീകാരങ്ങളും റദ്ദാക്കണം. ഇപ്പോൾ ഈ പറയുന്ന നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ പിന്നെ ഈ കോട്ടയത്തെ ടോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഇത്തരം കോളേജുകൾക്ക് ഒരു സ്വാശ്രയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി പ്രവർത്തിക്കാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് അതിന് വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള ആ സ്റ്റാറ്റസിൽ നിന്ന് അതിനെ ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിലെങ്കിലും മറ്റു കോളേജുകൾക്ക് ഇനി മര്യാദയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ഈ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഘടനാ സ്വാതന്ത്ര്യം. സംഘടനാ സ്വാതന്ത്ര്യം മാനേജ്മെൻറ്റ് ഇപ്പോൾ കനിഞ്ഞ് നൽകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ യൂണിറ്റുകൾ ഉണ്ടാക്കണം. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും, ഞാൻ പറയുന്നത് SFI ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അവിടെ യൂണിറ്റുകൾ ഫോം ചെയ്തുകൊണ്ട് സംഘടനാ സ്വാതന്ത്ര്യം പ്രയോഗിച്ച് മുന്നോട്ട് പോവുക. അതിനെ തടയാൻ വന്നാൽ ആ മാനേജ്മെൻറ്റുകൾക്കെതിരെ ഗവൺമെൻറ്റാണ് നടപടി എടുക്കേണ്ടത്. അങ്ങനെ സംഘടനാ സ്വാതന്ത്ര്യത്തെ, വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യത്തെ, അധ്യാപകരുടെ സംഘടനാ സ്വാതന്ത്ര്യത്തെ തടയാൻ ശ്രമിച്ചാൽ അത്തരം മാനേജ്മെൻറ്റുകൾക്കെതിരായി ഒരു നിയമ നടപടി സ്വീകരിക്കണം. അപ്പോൾ അവിടെ മാനേജ്മെൻറ്റുകളുമായി ഒരു കോംപ്രമൈസിങ് ലൈനിൽ പോകാൻ പറ്റത്തില്ല. അൺകോംപ്രമൈസിങ് ആയിട്ടുള്ള, സമ്പൂർണ്ണമായും
ഒരു അനുരഞ്ജനം വിട്ടുകളഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ഗവൺമെന്റുകൾ തയ്യാറാവുക. ഇവരാണ് പൈസ മുടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാശ്രയം ആണ്, അതിന് നിർവചനമുണ്ട്. അതുകൊണ്ട് അവരെ അങ്ങ് പൂർണ്ണമായും നിഷേധിച്ചല്ല, അവരെ ഇതിന് താല്പര്യമുള്ളവരാണെങ്കിൽ അവരുമായി ചർച്ച ചെയ്ത് പോവുക, അല്ലാത്തവരെ പോട്ടെ എന്ന് വെക്കുക, അങ്ങനെ ചെയ്യല്ലേ വേണ്ടത്. പണം മുടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിപ്പം ഒരു എയ്ഡഡ് കോളേജ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അതേമാതിരി ആയിരിക്കണം അതിൻ്റെ ബാക്കി അതിൻ്റെ അക്കാദമികമായ സാഹചര്യം. ഒരു കലാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇവിടെ കലാലയമില്ലല്ലോ, സ്വാശ്രയ കോളേജിൽ കലാലയമില്ല, അവിടെ സംഗീതമില്ല, സാഹിത്യമില്ല, അവിടെ സിനിമയില്ല, അവിടെ ഒന്നുമില്ലല്ലോ, സ്നേഹമില്ല, അവിടെ അടുപ്പമില്ല, വിദ്യാഭ്യാസവും ഇല്ല, പിന്നെന്താണുള്ളത്? വെറും കച്ചവടം മാത്രമാണ് ഉള്ളത്. കുട്ടികളെ കൂട്ടിലിട്ട് കിളികളെ പോലെ അതിനകത്തിട്ട് വളർത്താൻ ശ്രമിക്കുന്നു, അവരെ പുറത്തേക്ക് വിടാൻ അനുവദിക്കുന്നില്ല. അവിടെ വന്നവരെ വിടാതിരിക്കാൻ എങ്ങനെയും പൈസ പിടിച്ചു വാങ്ങിച്ചു വയ്ക്കുന്നു, അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വയ്ക്കുന്നു. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ 50,000 രൂപ കൊടുക്കണമെന്ന് പറയുന്ന കോളേജുകളുണ്ട്. ഇത് അധ്യാപകന്റെ കാര്യത്തിലും വന്നു. അതാണ് ഞാൻ തിരിച്ചു വരാം. പ്രൊഫസർ സഞ്ജീവ്, ഇപ്പോൾ വിദ്യാർത്ഥികൾ നന്നാകാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നാണ് ശ്രീ KG മധു ഒക്കെ ഇവിടെ പറഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടിയാണ് ഈ ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ശ്രീ KG മധു ഒക്കെ പറഞ്ഞത്. ഇത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിനാണ് ഇത്രയും കാലമായി ഈ കാര്യങ്ങൾ സഹായകരമായത് എന്ന് താങ്കൾക്ക് കാണാനായിട്ടുണ്ടോ? താങ്കൾ എയ്ഡഡ് കോളേജുകളിലെ വിദ്യാർത്ഥികളെ കാണുന്നതാണല്ലോ. ആ വിദ്യാർത്ഥികളും ഈ വിദ്യാർത്ഥികളും തമ്മിൽ അങ്ങനെ ഒരു സമാനതയുണ്ടോ? എയ്ഡഡ് കോളേജിലെ വിദ്യാർത്ഥികളായിക്കോട്ടെ, പൊതുമേഖലാ എഞ്ചിനീയറിംഗ് കോളേജുകളും മറ്റേ നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിൽ നിന്നൊക്കെ അടക്കമുള്ള വിദ്യാർത്ഥികളായിക്കോട്ടെ, അവർ ആ സ്ഥാപനത്തിനകത്തെ അന്തരീക്ഷത്തിലൂടെ വളർത്തിയെടുക്കുന്ന വ്യക്തിത്വം ആണ് അവരുടേത്. അവർ ഈ സമൂഹത്തെ നേരിടാൻ പ്രാപ്തരാണ്. ഇത് ഒരുമാതിരി നമ്മളെന്താ പറയുക, ഈ വളർത്തു കോഴികളെ പോലെ ഈ കുട്ടികളെ അടച്ചിട്ടിട്ട് പിഴിഞ്ഞ് പണം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഇവരൊക്കെ ഈ ഫൈനുകളുടെ കേസൊക്കെ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരോ കോളേജിൽ വാങ്ങുന്ന ഫൈനിൻ്റെ രസീതുകളുടെ പടമൊക്കെ എൻ്റെ മൊബൈലിൽ ഞാൻ ഇഷ്ടംപോലെ കാണിച്ചു തരാം. അത് ഓരോരുത്തർക്കും കാണാൻ വേണ്ടി കഴിയും. ഇത് കൂടാതെ ഇവർ ചില റൈഡർ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തും. വ്യക്തിത്വ വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തൊഴിലും കൂലിയില്ലാതെ നിൽക്കുന്ന കുറേ ആളുകളെ കൊണ്ടുവന്നിട്ട് കോട്ടും ഡൈയും ഒക്കെ കെട്ടിയിട്ട് ഈ പിള്ളേരെ കൊണ്ട് കൈയടിപ്പിക്കലും പാട്ടുപാടിക്കലും ഇതൊക്കെയാണ് വ്യക്തിത്വ വികസനത്തിൻ്റെ. അതുപോലെ IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ പല ചർച്ചകളിലും പേരൻസ് അടക്കം പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള റൈഡർ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവരും. ഇതിനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ഓംബുഡ്സ്മാൻ. എന്തിനാണ് ഓംബുഡ്സ്മാൻ? കേരളത്തിലെ സർവകലാശാലകൾ പല്ലും നഖവുമുള്ള നിയമങ്ങൾ കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാങ്കേതിക സർവകലാശാല നിയമത്തെ പൊളിച്ചെഴുതി ആ സാങ്കേതിക സർവകലാശാലയ്ക്ക് ഈ കോളേജുകളെ നിയന്ത്രിക്കാനുള്ള അധികാരങ്ങൾ കൊടുക്കണം. ഇന്നലെ ഈ പ്രശ്നമുണ്ടായ കോളേജിൽ, നെഹ്റു കോളേജിൽ KTUവിൻ്റെ കൺട്രോളറും രജിസ്ട്രാറും കൂടി എൻക്വയറി നടത്തുന്നതായിട്ടൊക്കെ ചാനലുകളിലൊക്കെ കണ്ടു. എന്നിട്ട് പറഞ്ഞു മാൽ പ്രാക്ടീസ് നടന്നാൽ അന്ന് തന്നെ യൂണിവേഴ്സിറ്റി അറിയിക്കണം എന്നാണ്. ഞാൻ ഇന്നൊരു 7-8 കോളേജിലെ പ്രിൻസിപ്പൽമാരെ വിളിച്ചു ചോദിച്ചു, പരീക്ഷ നടത്തിപ്പിനെ സംബന്ധിച്ച് യാതൊരു നിർദ്ദേശങ്ങൾ ഇവർക്കില്ല. എന്തടിസ്ഥാനത്തിലാണ് കൺട്രോളർക്ക് അവർ മാൽ പ്രാക്ടീസ് നടന്നാൽ അന്ന് തന്നെ അറിയിക്കണം? ഏത് നിയമത്തിൽ പറയുന്നിരിക്കുന്നു അന്ന് തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്? ഈ വിജിൻ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ഇരിക്കുന്നു. ലോകത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വാങ്ങുന്ന എക്സാമിനേഷൻ ഫീസാണോ ഇവർ വഴി സർവകലാശാല വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നിലവിലുള്ള സംവിധാനം അനുസരിച്ചിട്ട് ഈ സർവകലാശാലയ്ക്ക് ഈ സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം ഈ 120 കോളേജുകൾ അടക്കമുള്ള 158 കോളേജുകൾ വർഷാവർഷം ലക്ഷക്കണക്കിന് രൂപയാണ് അഫിലിയേഷൻ ഫീസ് എന്നുള്ള നിലയ്ക്ക് ഈ സർവകലാശാലയ്ക്ക് കൊടുക്കുന്നത്. 10 വയസ്സുള്ള എൻ്റെ മകൻ പലപ്പോഴും യുക്തിപരമായ തർക്കങ്ങൾ പറഞ്ഞ് എന്നെ തോൽപ്പിക്കാറുണ്ട്. അവസാനം അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ പറഞ്ഞു, നീ എൻ്റെ ചെലവിലാണ് ജീവിക്കുന്നത്, എൻ്റെ മകളോട് ഞാനത് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സാങ്കേതിക സർവകലാശാല ഈ സ്വാശ്രയ മാനേജർമാരുടെ ചെലവിലാണ് കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയൊക്കെ നിലവിലുള്ള സംവിധാനത്തിൽ വരെ നിയന്ത്രിക്കാനേ കഴിയില്ല. അതുകൊണ്ട് സ്വാശ്രയ സർവകലാശാല നിയമം മാറ്റിയെഴുതി ഒരു ഓംബുഡ്സ്മാൻ്റെ ആവശ്യമില്ല. ഓംബുഡ്സ്മാൻ AICT നിർദ്ദേശിച്ചു. AICTയുടെ ചെയർമാൻ കേരളത്തിലെ കോളേജുകളിൽ നടക്കം കൈക്കൂലി വാങ്ങിയതിന് ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിൻ്റെ ചെയർമാൻ. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കടക്കം ഒരു ധാരണയുണ്ട്, നമ്മളിൽ നിന്ന് ദൂരെ ആയാൽ എല്ലാം നല്ലതാണെന്ന്. കേരള സർവകലാശാലയിൽ മുന്നിരുന്ന ഒരു രജിസ്ട്രാർ, ഞാനും ലാലിനൊക്കെ ചിലപ്പം പരിചയമുള്ള ആളായിരിക്കും, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുപ്പിയും 1.5 കിലോ കശുവണ്ടിയും കൊണ്ട് പോയാൽ നേടിയെടുക്കാൻ വയ്യാത്തതായ യാതൊന്നും AICTയിലും ഇല്ല, UGCയിലും ഇല്ല. ഇത് നമ്മളിൽ നിന്ന് ദൂരെ ആയതുകൊണ്ടും അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്നുകൊണ്ടും നമ്മൾ വല്ലാതെ ഇവരൊക്കെ വിശ്വസിക്കുകയാണ്. ഇതിനെ നിയന്ത്രിക്കേണ്ട സമൂഹമാണ്, ഇതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റാണ്. അതുകൊണ്ട് വ്യക്തമായ സാമൂഹ്യ നിയന്ത്രണം വേണം, അതിനുള്ള നിയമ സംവിധാനം വേണം. എന്തായാലും എനിക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ഹാർവാർഡ് പോലെയുള്ള സർവകലാശാലകൾ സ്വകാര്യ സർവകലാശാലകളാണെന്നും അതുപോലെ ആകാൻ വേണ്ടി മത്സരിക്കുകയാണ് ഇവിടുത്തെ സ്വകാര്യ കോളേജുകളും സ്വാശ്രയ കോളേജുകളും എന്നുമാണ് ഒരു വാദമുള്ളത്. പക്ഷേ ഈ ഹാർവാർഡിലൊക്കെ അവർക്കുള്ള വരുമാനത്തിൻ്റെ 85% വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത് എന്ന സത്യം കൂടി ഇവർ തിരിച്ചറിയുന്നുണ്ടോ? ശ്രീ KG മധു, ഈ സ്വാശ്രയ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ സാധിക്കുകയില്ല എന്നുള്ളത്
എന്തായാലും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അംഗീകരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. അധ്യാപകർ അത് തുറന്നു പറയില്ല, കാരണം അവർക്ക് അവിടെ നിന്ന് പിഴച്ചു പോകണം. കൂടുതൽ നല്ല അവസരങ്ങൾ കിട്ടുന്നവരാണ് വല്ലതും തുറന്നു പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളായിരിക്കുമ്പോൾ, റിസൾട്ട് പോലും മോശമായിരിക്കുമ്പോൾ, മുമ്പ് പലരും പറഞ്ഞതുപോലെ ഒന്നുകിൽ നടത്താൻ പറ്റാത്തവരെ പറഞ്ഞയക്കുക. അതെന്തിനും നടത്തണം. ഒന്നത് പല ഡിപ്പാർട്ട്മെൻറ്റുകളും കമ്പൈൻ ചെയ്ത്, പല കോളേജുകളെയും കമ്പൈൻ ചെയ്ത്, നിങ്ങളുടെ അസോസിയേഷനിലെ പല അംഗങ്ങളുടെയും കോളേജുകൾ ഒരുമിച്ച് ചേർത്ത് വിദ്യാർത്ഥികളെ ഒരുമിച്ചാക്കി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് ഈ സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ, ഈ വ്യവസായത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ശ്രമിച്ചുകൂടെ? ഇത് മുമ്പ് പലരും പറഞ്ഞതാണല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല? അല്ല, ഈ രംഗത്ത് ഒന്ന് പുതിയ നിയമനിർമ്മാണത്തിനെ പറ്റി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഓട്ടോണമിയാണ്. കാരണം ഇന്ന് താങ്കൾക്കറിയാം, ലോകത്തുള്ള ഏത് വലിയ യൂണിവേഴ്സിറ്റി ആയാലും കോളേജുകളായിരുന്നെങ്കിലും അതിന് അക്കാഡമിക് ഓട്ടോണമി, അതുപോലെ തന്നെ പ്രവർത്തന സ്വാതന്ത്ര്യം, ഇത് വളരെ ശ്രീ കെ ജി മധു, നമുക്ക് അവസാനത്തെ 10 മിനിറ്റ് പോലും ഇല്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് ഇടപെടുന്നത്. ഈ ഓട്ടോണമി എന്ന് പറയുന്നത് വലിയ സർവകലാശാലകളിലും വലിയ കോളേജുകളിലുമാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. അവിടെ പറ്റുന്ന കാര്യങ്ങൾ നമുക്കത് പറ്റുന്നതാണോ എന്ന് അന്വേഷിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കത് സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെ കയ്യിലാണ് ഓട്ടോണമി കൊടുക്കുന്നത്? നേരത്തെ പറഞ്ഞ ബാർ മുതലാളിമാരുടെ കയ്യിലും മറ്റു വ്യവസായങ്ങൾ ചെയ്യുന്നവരുടെയും കയ്യിലാണോ? അവർക്ക് ബാർ നടത്താൻ നല്ലതായിട്ട് അറിയാം, അതിൻ്റെ പേരിൽ അവർ മിടുക്കരുമാണ്, അതിന് നമ്മൾ അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ സ്ഥാപനങ്ങൾ നടത്താൻ അവർക്ക് എത്രമാത്രം കഴിവുണ്ടെന്നുള്ളത് അപൂർവം ആളുകൾക്കല്ലേ അത് സാധിക്കുകയുള്ളൂ. അതിന് ഇന്ന് അക്രഡിറ്റേഷൻ, ഇപ്പോൾ NBA അക്രഡിറ്റേഷൻ, മറ്റുള്ള രീതിയിലുള്ള NAC അക്രഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലുണ്ടല്ലോ ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള ഒരു റൂള് കോളേജുകളുടെ കാര്യത്തിൽ ഒരു പരിധിവരെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്ന കോളേജുകൾ അത് വളർന്നു വരും. അവർക്ക് നമ്മൾ ഓട്ടോണമി കൊടുക്കണം. ഇതിങ്ങനെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീ കെ ജി മധു. അതാണ് നമ്മൾ ഈ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളുടെ ഭാഗം എന്നുള്ള നിലയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഒരിടത്തും ചെന്ന് നിൽക്കില്ല. ഇങ്ങനെയാണ് നിങ്ങൾ നാളെ മിനിസ്റ്ററേയും കാണാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അടച്ചുപൂട്ടുന്നതായിരിക്കും പറയാൻ പോകുന്നത്, അല്ലേ? ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ അടച്ചുപൂട്ടുന്ന കാര്യത്തിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഇത് ഇപ്പം നേരത്തെ താങ്കൾ ഇവിടെ പറഞ്ഞ മാതിരി ഈ കോളേജുകളിൽ പിന്നെ അടിസ്ഥാന സൗകര്യം അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. മിക്ക കോളേജുകളും, കേരളത്തിലെ മിക്ക കോളേജുകളും നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യം. ഈ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് അവിടുത്തെ കെട്ടിടങ്ങൾ മാത്രമായാൽ പോരാ. ആ വിദ്യാർത്ഥികൾ അതിന്റെ ഭാഗമാണ്. അവരാണ് അതിന്റെ തേജസ്സും ഊർജവും. അവരാണ് നാളത്തെ പൗരന്മാർ. അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് പഠിപ്പിച്ചു വിടുന്നത്. അതിന് അവരെ ഗണിക്കാതെ, അവരെ ഇങ്ങനെ അടിമകളാക്കി വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും ശ്രീ കെ ജി മധു? അതിന്റെ പരിധിയൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ അങ്ങനെ പിടിച്ചതിന്റെ കാര്യമില്ല. സമൂഹം പറയും നിങ്ങൾ പോയി തൊലയാൻ. ഇല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി അവിടെ കുട്ടികളെ അടിമകളാക്കിയിട്ടൊന്നല്ല കോളേജുകളിൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എക്സ്ട്രാ ക്ലാസ് നടത്തുകയാണെങ്കിൽ അത് രണ്ട് രീതിയിൽ ചെയ്യാം. എക്സ്ട്രാ ക്ലാസ് നടത്തുകയാണെങ്കിൽ ആ കോളേജ് എക്സ്ട്രാ ക്ലാസ് നടത്തുന്നു എന്നുള്ള രീതിയിൽ പറയാം. അതല്ലെങ്കിൽ അത് കുട്ടികളുടെ ഒരു ആവശ്യമായിട്ട് എടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ ക്ലാസ് നടത്തി കൊടുക്കാം. റെമഡിയൽ ക്ലാസ്സസ്, മറ്റുള്ള കാര്യങ്ങൾ, ഇങ്ങനെ നടത്തുന്ന കാര്യങ്ങളാണ് പലപ്പോഴും പല കുട്ടികൾക്കും. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ സംഘടനാ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇനിയൊരു പുനരാലോചന തയ്യാറാണോ? നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടവരാണ് വിദ്യാർത്ഥി സംഘടനകൾ. അവർക്ക് നിങ്ങളെ വിശ്വാസമില്ല, നിങ്ങൾക്ക് അവരെ നേരത്തെ വിശ്വാസമില്ല. ശ്രീ മധു. അല്ല, സംഘടനാ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ പല കോളേജിലും ഉണ്ടായിരിക്കാം. പേടിയാണെന്നാണ് ഞാൻ അല്പം മയത്തി പറഞ്ഞതാണ്. അങ്ങനെയല്ല, പല കോളേജിലും ഉണ്ടായിരിക്കാം, ചില കോളേജിൽ ഇല്ലായിരിക്കാം. അപ്പൊ അത് ഈ ഒരു സ്വാശ്രയ കോളേജിലും ഇല്ല വിദ്യാർത്ഥി സംഘടനകൾ. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാട്ടാമോ നിങ്ങൾക്ക്? ഇത് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കോളേജുകൾ, കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ, ഒരുപാട് കോളേജുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഏതെങ്കിലും നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അവിടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്ലാസ് റൂമുകളിലും കൃത്യമായി ടൈം ടേബിൾ അനുസരിച്ച് അധ്യാപകൻ വരുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, കുറേ പേർ നല്ലവണ്ണം കാണാതെ പഠിച്ച് എഴുതുന്നുണ്ട്. ഇതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ വിദ്യാർത്ഥികൾ പുറത്ത് വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ പ്രീ ഡിഗ്രി വരെ അല്ലെങ്കിൽ +2 വരെ നല്ല വിദ്യാർത്ഥികളായി, യുവാക്കളായി വന്നു. ഇപ്പോൾ വീണ്ടും നഴ്സറി ക്ലാസ്സിലെ കുട്ടികളെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവിടെ കഴിയുകയാണ്. ഒരിക്കലും അല്ല. ഈ കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങി എത്രയോ കുട്ടികൾ നല്ല രീതിയിൽ ജോലി കിട്ടി, പലരും വ്യവസായങ്ങൾ തുടങ്ങി, മറ്റുള്ള രീതിയിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പേടി വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അത് തിരുത്തണം. നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. സമൂഹ നിയന്ത്രണം നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് വേണം.
അതിന് നിങ്ങൾ തുറന്നിട്ട് കൊടുക്കണം. നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ലാഭം ഉണ്ടാക്കാനുള്ള സ്ഥാപനങ്ങളല്ല. അത് വിദ്യാർത്ഥികളുടേതാണെങ്കിൽ അവർ നോക്കട്ടെ. അത് അടിച്ചു പൊളിച്ചത് നിങ്ങളുടെ സ്വന്തം വകയാണെന്ന് കരുതണ്ട. അവരിൽ നിന്ന് ഡൊണേഷൻ വാങ്ങിച്ചു കെട്ടിപ്പടുത്തതല്ലേ. അവർ അടിച്ചു പൊളിക്കട്ടെ. നിങ്ങൾ തുറന്നിട്ട് കൊടുക്കുക. അവർ അവിടെ വന്ന് നോക്കട്ടെ, അവർ അവിടെ കാണട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. അവർക്ക് നിയമപരമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് നോക്കാൻ അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മന്ത്രിസഭയുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. അവർക്കാണല്ലോ ഇതിനുള്ള അധികാരമൊക്കെ ഉള്ളത്. അവർ നോക്കട്ടെ സാർ, നിങ്ങൾ അതിനകത്ത് നോക്കണ്ട. അവർ നോക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ കൊല്ലം അഫിലിയേഷന് മുന്നേ ഇൻസ്പെക്ഷൻസ് ഉണ്ട്, AICTE ഇൻസ്പെക്ഷൻ ഉണ്ട്, KTUവിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ട്, മറ്റുള്ള ഏജൻസികളുടെ ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇൻസ്പെക്ഷനൊന്നും പോരാ. ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇടിമുറിയുടെ കഥ വരുന്നത്. ഈ ലേഡീസ് ഹോസ്റ്റലിൽ പോയി ചെയർമാൻ തന്നത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടും ഒരു നടപടി എടുക്കുന്നില്ല. നിങ്ങൾ വിശ്വാസം വേണമെങ്കിൽ നിങ്ങൾ നടപടി എടുക്കണം. അന്വേഷണ വിധേയമായി ആ കോളേജിൽ ഇപ്പോൾ മാനേജർ സസ്പെൻഡ് ചെയ്തു ഇവരെയൊക്കെ, ഈ 3 അധ്യാപകരെ. നിങ്ങൾ ഒരാളെ പോലും, ഒരു കോളേജിനെ പോലും സംശയത്തിന്റെ ദൃഷ്ടിയിൽ ഇപ്പോഴും പെടുത്തിയിട്ടില്ല. ഇതാ അവരെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. ആ ഒറ്റപ്പെട്ട ഒരാളെ പുറത്താക്കൂ സാർ നിങ്ങളുടെ സംഘടനയിൽ. അല്ല, ഇത് അന്വേഷിക്കാനുള്ള ചുമതല ഗവൺമെന്റിനാണ്. അതങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നന്നാവാൻ നിങ്ങൾ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് പറയുന്നു, നിങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാൻ അറിയാം. പക്ഷെ ഇത് അന്വേഷിക്കണമെങ്കിൽ മാത്രം പുറത്തുനിന്നൊരു ഗവൺമെന്റ് വരണം. ഇന്ന് തന്നെ കുട്ടികൾക്ക് പരാതി കൊടുക്കാൻ നിരവധി സംവിധാനങ്ങളുണ്ട്. പല ലെവലിലും എന്തായാലും രാഷ്ട്രീയം അനുവദിക്കില്ല. കുട്ടികൾക്ക് ക്യാമ്പസിൽ രാഷ്ട്രീയമില്ല. ഈ പരാതികൾ നേരത്തെ ചോദ്യം അത് പറഞ്ഞുകൊണ്ടിരിക്കരുത് ശ്രീ മധു. നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. പരാതി കൊടുക്കാൻ പോയ കുട്ടികളുടെ അവസ്ഥ ചർച്ച ചെയ്യുകയാണ് നമ്മൾ. പരാതി കൊടുക്കാൻ പോയ കുട്ടിയെയാണ് നിങ്ങൾ സസ്പെൻഷൻ ചെയ്തത്, നിങ്ങൾ ഡീബാർ ചെയ്തത്, അല്ലെങ്കിൽ അവന് ഫൈന് കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്ക് കൊടുക്കാതിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരാതിയുടെ കാര്യം പറയരുത്. അതാണ് വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദിവസങ്ങളായി സെല്ലുകളുണ്ട്, നിങ്ങൾക്ക് പരാതി കൊടുത്തൂടെ? പരാതി കൊടുക്കാൻ പോയ കുട്ടികൾക്ക് സസ്പെൻഷൻ കിട്ടുന്നു, അവർ ഡീബാർ വരുന്നു. ഇതൊക്കെ വരികയാണ്, പീഡിപ്പിക്കുകയാണ്, അവരെ ഇടിമുറിയിൽ കയറ്റുന്നു. പിന്നെ നിങ്ങൾ ജനാധിപത്യ വേദികൾ കൊണ്ടുവരണം. അല്ല, ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വൈഡായിരിക്കും. സോഷ്യൽ മീഡിയ വേണം നിങ്ങളുടെ കോളേജിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിന് മറുപടി പറയാൻ. അതല്ല, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട കുട്ടികൾക്ക് ഉൾപ്പെടെ ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാ. അതല്ല, തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഈ കോളേജുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യണം. അത് ഗവൺമെന്റ് അത് അന്വേഷിക്കണം, ഗവൺമെന്റ് നടപടിയെടുക്കണം. അത് ഗവൺമെന്റ് നിങ്ങളുടെ കോളേജിനകത്ത് വന്ന് അന്വേഷിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാമൂഹ്യ നിയന്ത്രണം. അതായത് നിങ്ങളുടെ മാനേജ്മെന്റിനെ നിയന്ത്രിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കണം. അതല്ല, അസോസിയേഷൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാ കോളേജിലും പോയിട്ട് അന്വേഷിക്കാനുള്ള അതിനുള്ള സെറ്റപ്പ്. നിങ്ങൾക്ക് എന്താണ് ജോലി? അസോസിയേഷൻ എന്താണ് ചെയ്യുന്നത്? അസോസിയേഷൻ നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങൾ അതിന് വേണ്ട ഗൈഡൻസ് ഇനി കൊടുക്കും. തീർച്ചയായിട്ടും എല്ലാ കോളേജുകൾക്കും ഞങ്ങൾ. അസോസിയേഷന്റെ ജോലി എന്താണെന്നുള്ളത് അസോസിയേഷന്റെ വെബ്സൈറ്റ് നോക്കിയാൽ അറിയാം. അവിടെ എന്താണ് അഡ്മിഷനുള്ള കാര്യങ്ങൾ, ഫീസിന്റെ കാര്യങ്ങൾ, മറ്റ് ഇതിനെ എങ്ങനെ കച്ചവടപരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനൊക്കെ നിങ്ങൾ അധിക്ഷേപിക്കുകയല്ല. നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ജോലി നിങ്ങൾ ഇതാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ അറിയില്ല. ദയവായി ക്ഷമിക്കുക. താങ്കൾ വിദ്യാർത്ഥിയുടെ പ്രതിനിധി ആയതുകൊണ്ട് താങ്കൾ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. താങ്കൾ എന്താണ് ആവശ്യപ്പെടുന്നത് സർക്കാരിനോടും ഈ സ്വാശ്രയ മാനേജ്മെന്റുകളോടും? അവസാനത്തെ 10 സെക്കൻഡ്. മധു സാറിനോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൃത്യമായി തന്നാൽ മതി. ഇവിടെ പറഞ്ഞല്ലോ, ഗവൺമെന്റ് പരിശോധിക്കട്ടെ ഇവിടുത്തെ തെറ്റുകൾ. ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകർ എന്ന് ഞങ്ങൾ തയ്യാറാണ് പരിശോധിക്കാൻ. നിങ്ങൾ മാനേജ്മെന്റ് അസോസിയേഷൻ 2 കൈയും നീട്ടി വിദ്യാർത്ഥി സംഘടനകൾ ഞങ്ങളുടെ ക്യാമ്പസുകൾക്കകത്തേക്ക് വന്നോട്ടെ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കൂ. ഞങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടി തരാം. വിദ്യാർത്ഥി പക്ഷത്ത് നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇവിടുത്തെ മാനേജ്മെന്റ് അസോസിയേഷൻ തയ്യാറുണ്ടോ? വിദ്യാർത്ഥി സംഘടനകളെ 2 കൈയും നീട്ടി നിങ്ങളുടെ ക്യാമ്പസിനകത്തെ നിങ്ങളുടെ ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വരുന്നില്ല. പക്ഷേ അങ്ങ് അത് പ്രവർത്തിച്ച് കാണിക്കുക. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുന്നതെന്ന് നിങ്ങളുടെ സംഘടന ഇനി പ്രവർത്തിച്ച് കാണിക്കേണ്ടതുണ്ട്. അന്ന് മാത്രമേ നിങ്ങളെ പൊതുസമൂഹവും വിദ്യാർത്ഥികളും അംഗീകരിക്കൂ. അതുവരെ സർക്കാരിനും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ KG മധു, ശ്രീ വിജിൻ, ശ്രീ പ്രൊഫസർ സഞ്ജീവ്, ശ്രീ ഷാജർ ഖാൻ, പ്രൊഫസർ രവീന്ദ്രനാഥ്, വിദ്യാഭ്യാസ മന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിരുന്നതാണ്. അദ്ദേഹം പക്ഷേ ഗവർണർ കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ നന്ദി എല്ലാ അതിഥികൾക്കും. ജിഷ്ണുവിന് നീതി തേടി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റിന്റെ ഭീഷണി. നെഹ്റു ഗ്രൂപ്പിന്റെ കോയമ്പത്തൂർ കോളേജിലെ വിദ്യാർത്ഥികളെ പുറത്താക്കുമെന്നാണ് ഭീഷണി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.